കുട്ടിയെയും കൊണ്ട് അമ്മ ഇവിടെ വന്നു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ തിരക്കുള്ള സമയമാണോ ഈ പാറക്കടവ് പഞ്ചായത്തിലെ ഈ മൂഴിക്കുളം പാലം? ഏകദേശം 6:45 7 മണി ആ ഒരു സമയത്തുള്ളിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് അറിയുന്നു. ഏകദേശം ഇരുട്ടൊക്കെ വീണിട്ടുള്ള ഒരു സാഹചര്യമാണ്. തിരക്കുള്ളൊരു സമയം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ വാഹനങ്ങളെല്ലാം പോകുന്ന സമയമൊക്കെ തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോ മഴയുടെ ഒരു സാഹചര്യവും അതുപോലെ തന്നെ ഇരുട്ടിന്റെ ഒരു സാഹചര്യവും ഉള്ള സാഹചര്യത്തിൽ ആളൊക്കെ ഉള്ളതാണോ ഈ സമയത്ത്? ആളുകളൊക്കെ ഉള്ള സമയം തന്നെയാണ്. ബസ്സൊക്കെ റൂട്ടിലാണ്. ഈ അമ്മ ഇവിടെ വന്നതായി, ഈ കുഞ്ഞിനെ എറിയുന്നതായി ആരെങ്കിലും ഇത് സംശയം തോന്നുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്? ബസ്സിലെ കണ്ടക്ടർ നിലവിൽ മൂഴിക്കുളത്ത് ഇറങ്ങിയ ആള് അവിടെ നിന്നും ഇവിടെ വന്നപ്പോൾ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. വേറെന്തെങ്കിലും കൂടുതലായി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്? 5-നാണ് ഇവിടെ ബസ്സിൽ വന്ന് ഇറങ്ങിയെന്ന് കണ്ടക്ടർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവരുടെ മൊഴി, പോലീസിൽ കൊടുത്ത മൊഴിയും പറഞ്ഞത് അങ്ങനെയാണ്. 7 മണിയോടുകൂടി കുട്ടികളെ ഡംപ് ചെയ്തു എന്ന് പറയണേ. തിരിച്ച് 7:30 അവര് ഒരു ഓട്ടോ പിടിച്ച് അവരുടെ വീടിന് 100 മീറ്റർ മുമ്പ് ചെന്നിറങ്ങിയതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചത്. പാലത്തിൽ ഈ കുട്ടിയുടെ അമ്മ നിൽക്കുന്നതോ കുട്ടിയും കുഞ്ഞു കൊണ്ടുവരുന്നതോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ബസ്സിനകത്ത് വന്ന് ഇറങ്ങിയ ഒരു കാര്യം മാത്രമേ കണ്ടക്ടർ പറഞ്ഞ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇത് അറിഞ്ഞുകൊണ്ടാണോ ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത്, നാട്ടുകാരൊക്കെ അല്ലേ? അതെ, ഞങ്ങളെ ഒരു ബന്ധുവാണത് ഈ കുട്ടി. അപ്പൊ ആ കൊച്ചുപെണ്ണ് ഇങ്ങനെ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ വന്നത്. നിങ്ങളൊക്കെ അപ്പൊ തിരുവാങ്കുളത്ത് നിന്നാണോ വന്നിരിക്കുന്നത്? അല്ല, കുട്ടിയുടെ അമ്മ വീട് കുറുമശ്ശേരി ഭാഗത്ത്, കുറുമശ്ശേരിയിലാണ്. അവിടെ വന്ന് ഇങ്ങനെ കുട്ടിയില്ലാതെ വന്നപ്പോ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വന്ന് ചോദിച്ചു എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് വീട്ടില് വലിയ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പല ദിവസവും വീടുകളിൽ വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ വന്ന് താമസിക്കാറുണ്ട് വീട്ടില്. അവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായി അല്ല, ഇവര് പറയുന്നതൊക്കെ വിശ്വസനീയമാണോ? അവിടെ പ്രശ്നമുണ്ടെന്ന് പറയുന്നതൊക്കെ ഇപ്പൊ മാറ്റി മാറ്റി മൊഴി പറയുകയാണല്ലോ. അവര് പറയുന്ന ഇതുവരെ പറഞ്ഞ കുറേയേറെ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് വീടുമായിട്ടുണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഈ വിഷയത്തിനകത്ത് എന്താണ് പറയുന്നത് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും. ഇത് അറിഞ്ഞിട്ടാണ് ഇവിടെ ഈ ഭാഗത്ത് പാറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും സൂചനകൾ? ഞാനിപ്പോ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്റെ വീട് 10 കിലോമീറ്റർ അപ്പുറത്താണ്. ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പെട്ടെന്ന് വന്നാണ്. ഈ ഭാഗത്തെ തിരക്കുള്ള ഭാഗമാണോ? ഈ സന്ധ്യയ്ക്ക് ഇവിടെ വന്നു എന്ന് പറയുന്ന സമയത്ത് ആളുകൾക്കൊക്കെ കാണാൻ സാധിക്കില്ലേ ഇവിടെ വന്നാൽ? അങ്ങനെ സമയം എപ്പോഴും നമുക്കറിയില്ല. 7 മണിക്ക് തിരക്കുള്ള സമയമാണല്ലേ? ഇത് അറിഞ്ഞിട്ട് വന്നതാ. ഒട്ടപ്പുറമ്പിൽ നിന്ന് വന്നതാണ്. ഒട്ടപ്പുറത്ത് നമ്മള് TV കണ്ടോണ്ടിരിക്കുമ്പോഴാണ് വളരെ വേദനാജനകമായ ഈ കാര്യം കേൾക്കണേ. നിങ്ങൾക്ക് അറിയുന്നതാണോ ഇവര്? ഞാൻ ശരിക്കും അറിയില്ല. എന്റെ വീടിന് വന്ന് 4-5 കിലോമീറ്റർ അകലമാണ്. ഇതിപ്പോ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പല ഭാഗത്തായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അവരിൽ നിന്ന് എന്തെങ്കിലും വിവരം താങ്കൾക്ക് ലഭിക്കും? വന്നിട്ടുള്ളൂ. പോലീസ് മൊഴികളിലുള്ള വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അവർ ആ തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും റോഷനി, ഇത്തരത്തിൽ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിനെ കുഴയ്ക്കുന്ന ഒരു കാര്യം. കാരണം മാറ്റി മാറ്റി മൊഴി പറയുന്നുണ്ട്. ഈ പാലത്തിൽ ഈ സമയത്ത് നമുക്ക് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും ഇവിടെയുണ്ട്. ഇവരൊക്കെ പറയുന്നതനുസരിച്ച് ഈ സമയത്ത് സന്ധ്യയ്ക്ക് 7 മണിയോടൊക്കെ അടുപ്പിച്ചുള്ള സമയത്ത് ഈ പാലത്തിൽ ആള് കാണുന്നതാണ്. എന്നാൽ അമ്മയും കുഞ്ഞും ഈ ഭാഗത്ത് വന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് സത്യമാണോ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായ ഉറപ്പ് പോലീസിനും ഈ സമയത്ത് സ്ഥിരീകരിച്ച് പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ പരിശോധന ഊർജിതമായി നടക്കുന്നത്. അത് മാത്രമല്ല, ഈ ഭാഗത്ത് ഈ ആലുവയിലെ പല പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട്.